ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും Deechus വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ വീട് തുടയ്ക്കുന്നതിനും അതുപോലെ മുറ്റമടിക്കുക, അതുപോലെ അടിച്ചു വാരുക, ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇംപ്ലാന്റേഷൻ ടൈം പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആകുന്നുണ്ടെങ്കിൽ ഈ ജോയിൻ ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന ഫലോപ്പിയൻ ട്യൂബിലൂടെ ഈ ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് ട്രാവൽ ചെയ്ത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് പറ്റിപ്പിടിക്കുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരൊന്നും അറിയാറില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് നാച്ചുറലി നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോസ് ഇടുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ ഗർഭിണിയായിരുന്നല്ലോ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എൻ്റെ പ്രഗ്നൻസിയിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടുജോലികൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡിഫിക്കൽട്ട് നേരിടുന്ന, അതായത് തടസ്സം നേരിടുന്ന സ്ത്രീകൾ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്തത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. നമ്മൾ എപ്പോഴും ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ യൂട്രസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂട്രസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂട്രസിന് ആ ഒരു എംബ്രിയോ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ, ഒരു എൻവയോൺമെൻറ്റ് അവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിച്ചത്. ഈ സമയത്ത് ഇതിൽ പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്. നമ്മളോട് ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഈ ഒരു സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യരുത്, അതല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യരുത്. ചില സ്ത്രീകളോട് ഡോക്ടർ പറയും, നിങ്ങൾ ആ ഒരു HCG ഇഞ്ചെക്ഷനൊക്കെ എടുത്തു, അതല്ലെങ്കിൽ നിങ്ങൾ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ കഴിച്ചു, നിങ്ങൾ അതിന് ശേഷം ഒന്ന് ശരീരം ശ്രദ്ധിക്കുക എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇത് മെയിനായിട്ട് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന സ്ത്രീകളിലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീട്ടുജോലികളുടെ കാറ്റഗറിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടയ്ക്കുന്ന ജോലി, ഇപ്പോഴത്തെ ജോലികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് മോപ്പ് ഉപയോഗിച്ചിട്ടാണ് തുടയ്ക്കുന്നത്. മോപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിക്ക്, ഈ സ്റ്റിക്കില്ലാണ്ട് തുടയ്ക്കുന്നവരുണ്ടാവില്ലേ, ആ സ്റ്റിക്കില്ലാണ്ട് നമ്മൾ പണ്ടൊക്കെ തുടച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ എങ്ങനെയാണ്, നിലത്ത് ഇരുന്ന് ബക്കറ്റും വെള്ളം എടുത്ത് നമ്മളത് പിഴിഞ്ഞ് തുടച്ച് പിന്നെയും പിഴിഞ്ഞ് തുടച്ച് അങ്ങനെ നമ്മൾ എഴുന്നേക്കും, പിന്നെ ഇരിക്കും, ഈ ബക്കറ്റും വെള്ളം എടുത്ത് ആ ഒരു നിലത്തിരുന്ന് തുടച്ചിട്ട് നമ്മളത് എഴുന്നേക്കും, പിന്നെ ഇരിക്കും, നമ്മൾ പിന്നെ എഴുന്നേക്കും, വെള്ളം അഴുക്കാവുന്നതനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കളയും. ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ തുടച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെയുള്ള രീതിക്കുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ആ രീതിയിൽ ക്ലീൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ഒഴിവാക്കുക. കാരണം നമ്മൾ മോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, മോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ തുടക്കുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്ന പ്രഷർ നമുക്ക് കുറവാണ്. നമ്മൾ ആ കൈ വെച്ച് മാത്രമേ നമ്മുടെ ഒരു പ്രഷർ പോവുകയുള്ളൂ. പക്ഷേ നമ്മൾ നിലത്തിരുന്ന് തുടയ്ക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ആ സൈഡിലോട്ടും ഓരോ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ സെൻറ്ററിലോട്ടോ ഒക്കെ നമ്മൾ തുടയ്ക്കുമ്പോൾ നമ്മുടെ വയറും അതിനനുസരിച്ചിട്ട് തന്നെ അനങ്ങുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ മോപ്പ് വെച്ച് തുടക്കുമ്പോഴുള്ള കാര്യം നമ്മൾ നോക്കുക, നമ്മൾ ആ പ്രഷർ കൊടുക്കുന്നത് നമ്മുടെ കൈക്കാണ്. വലിയ പ്രഷർ നമ്മുടെ വയറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ കുറച്ച് അഴുക്ക് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാല് വെച്ച് പയ്യെ ആ മോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് തുടയ്ക്കും, നമ്മുടെ കാല് വെച്ച് പയ്യെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ അടിച്ചു വാരുമ്പോഴുള്ള കാര്യങ്ങൾ, നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കട്ടിലിൻ്റെ അടിയിലൊക്കെ പൊടി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ അടിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിയിലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ കുമ്പിടുക നിവരുക അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. നോർമലായിട്ട് നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് കയറി ഇറങ്ങുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക. കയറി ഇറങ്ങുന്ന കാര്യങ്ങളെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റെയർ കയറി ഇറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, തുണി വിരിക്കാൻ
മേളിൽ പോവുക, തുണി എടുക്കാൻ പോവുക. ഇപ്പോൾ അപ്സ്റ്റെയറിൽ താമസിക്കുന്നവരാണെങ്കിൽ മീൻസ് താഴെ ഹോളും താഴെ ഒരു ബെഡ്റൂമും മേളൊരു ബെഡ്റൂമും അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ തന്നെ അങ്ങനെ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരുപാട് തവണ കയറി ഇറങ്ങുന്നവരുണ്ടെങ്കിൽ ആ ഒരു പ്രവണത നിങ്ങൾ തുടയ്ക്കുക. നോർമലി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു കെയർ കൊടുത്തിട്ട് വേണം എപ്പോഴും നമ്മുടെ വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇൻ കേസ് നമ്മുടെ ഒരു നെഗ്ലിജൻസ് കൊണ്ടിട്ട് നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി ആയിട്ടോ അല്ലെങ്കിൽ മിസ്കാരേജ് ആയിട്ടോ അത് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വയറിന് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന രീതിക്ക്, നമ്മൾ കൂടുതൽ കിതയ്ക്കുന്ന രീതിക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാതിരിക്കുക. വെള്ളമൊക്കെ കിണറ്റും കരയിൽ പോയിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് കുടത്തിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരുപാട് പേരില്ലേ. അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ മൂത്ത കുട്ടിയെ എടുത്ത് നമ്മൾ മേത്തിടിക്കുക. ആ കുഞ്ഞിന് എന്തായാലും ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. ഒരു 10 കിലോ ആണെങ്കിൽ 10 കിലോയുടെ വെയിറ്റ് കുഞ്ഞിനുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആ 10 കിലോയുള്ള വെയിറ്റ് നമ്മൾ എടുക്കുന്നു, നമ്മുടെ ഹിപ്പിൽ വെക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് കുറയ്ക്കുക. ഇത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായവർക്കാണ്. ഞാനും ബേസിക്കലി എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഈ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടില്ല. ഞാൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. ഇനി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡിഫിക്കൽട്ടീസ് നേരിടുന്നവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയറിന് ഒരുപാട് ആയാസം കൊടുക്കുന്ന രീതിക്ക്, നിങ്ങൾ ഒരുപാട് കിതയ്ക്കുന്ന രീതിക്കുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇൻ കേസ് ഇവൺ നിങ്ങളുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് വരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.